Hello everyone, എൻ്റെ പേര് അമിത ബേബി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പ്രൊവൈഡിംഗ് ബിഹേവിയർ തെറാപ്പി സർവീസസ് അറ്റ് സ്നേഹ സ്പീച്ച് തെറാപ്പി ക്ലിനിക് മൂവാറ്റുപുഴ. എന്താണ് ബിഹേവിയർ തെറാപ്പി? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ നിരീക്ഷിച്ച് അതിലുള്ള അൺഡിസൈറബിൾ അഥവാ അനിഷ്ടകരമായ പെരുമാറ്റങ്ങളെ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ഹെൽത്തിയർ വേർഷനിലേക്ക് മാറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ബിഹേവിയർ തെറാപ്പി. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ബിഹേവിയർ തെറാപ്പി അത്യാവശ്യമായി വരുന്നത്? ഒരു കുട്ടി പ്രകടമായ രീതിയിലുള്ള ബിഹേവിയർ ഇഷ്യൂസ് അഥവാ പെരുമാറ്റ വൈകല്യങ്ങൾ കാണിക്കുമ്പോൾ, ഉദാഹരണത്തിന് അമിതമായ വാശി, ദേഷ്യം, ആക്രമണ സ്വഭാവം, അനുസരണക്കേട്, അതുപോലെ തന്നെ അവരുടെ പാരൻസ്, ടീച്ചേഴ്സ് അഥവാ അവരുടെ കെയർ ടേക്കേഴ്സ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ, പഠിക്കുന്ന കുട്ടികളിൽ പഠനത്തിൽ കാണിക്കുന്ന താല്പര്യക്കുറവ്, ശ്രദ്ധക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റീസ് അഥവാ ഹോം വർക്കുകൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, സ്കൂളുകളിൽ തന്നെ അവരെ സമപ്രായക്കാരുമായി അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ, പാരൻസും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിലുള്ള ആൾക്കാരുമായി അവർക്ക് വേണ്ട രീതിയിലുള്ള സമ്പർക്കം ഇല്ലാതെ ഇരിക്കുമ്പോൾ, മൊബൈൽ അഡിക്ഷൻ, അമിതമായ മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികളിൽ, ഇതൊന്നും കൂടാതെ തന്നെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ആയിട്ട് ഡിസോർഡേഴ്സ് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ, അതായത് ഓട്ടിസം, ADHD മുതലായ ഡയഗ്നോസ് ഡിസീസ് ഉള്ള കുട്ടികളിൽ, മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ മേൽ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള കുട്ടികളിലും നമുക്ക് ബിഹേവിയർ തെറാപ്പി വഴിയായിട്ട് അവരുടെ മാൽ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് അഥവാ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കണ്ടുപിടിച്ച് അതിനെ ഫേഡ് ചെയ്ത് കുറേ കൂടി ഫങ്ഷണൽ ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുഞ്ഞുങ്ങളെ ഒരു അഡാപ്റ്റീവ് രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും.